ആകുംബിഘാട്ടിൽ കൊള്ളിഭൂതം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? നാഷണൽ ഹൈവേ 169A. ഇതാണോ എനിക്ക് രാത്രി വരേണ്ടത്? പൂതി മാറിയിരുന്നു കേട്ടോ എന്റെ മോനെ. അതും ഈ വണ്ടിക്കാണെങ്കിൽ വെള്ള ലൈറ്റ് അല്ലേ, ഫോഗ് ലൈറ്റ്. രാത്രിയൊക്കെ മഞ്ഞും മഴയും ഒക്കെ പാടായിട്ട് കണ്ണു പോലും കാണില്ല, വഴി പോലും കാണൂല. അപ്പൊ ഇതുപോലൊരു വ്യൂ പോയിന്റ് കിട്ടിയപ്പോ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. നോക്കിയാ അടിപൊളി വ്യൂ പോയിന്റ്, ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള വ്യൂ ആണ്. മഞ്ഞു മൂടിയ കാട്, മഞ്ഞു മൂടിയ ആകുമ്പ, ഇളം വെയിലടിക്കുന്നു, ആ വെയിലിൽ മിന്നി തിളങ്ങുന്നു. ഇപ്പോ 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മളിവിടെ സ്റ്റേ അടിച്ചിട്ട് ഇന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ആകുംബെ ഘാട്ട് വഴിയാണ് കേട്ടോ. ഒരു 51 കിലോമീറ്ററോളം നമുക്ക് അടിപൊളി മനോഹരമായിട്ടുള്ള കാടാണ്. കാട് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ, സൗത്ത് ഇന്ത്യയിലെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള ചുരമൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. കിങ് കോബ്ര ക്യാപിറ്റൽ, രാജവമ്പാലയുടെ ക്യാപിറ്റലൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ വല്ല ബമ്പാലിനൊക്കെ കാണാൻ പറ്റുന്നതാവട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും വൈകിക്കുന്നില്ല. 8 മണി സമയം നേരെ മിന്നിച്ച് പോകാം അങ്ങോട്ട്. വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പറയാതെ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും തുടങ്ങിയില്ലേ കൊലക്ക് കൊടുക്കാറ്. ഇന്നലെ 250 കിലോമീറ്റർ ആണ് കേട്ടോ ഇന്നലെ അടിച്ചിരിക്കണത്. അതും ആ ഊള റോഡ്, മാങ്ങാണ്ടി റോഡൊന്നും കഴിഞ്ഞിട്ട് മതി എന്നായി. ഇപ്പൊ പിന്നെ ഘാട്ട് റോഡായോണ്ട്, ഘാട്ട് സെക്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് കേട്ടോ. കാടിനകത്തേക്ക് പ്രവേശിക്കുമ്പോ കുഴപ്പമില്ല. അപ്പൊ തീർത്ഥാഹള്ളി എന്നൊക്കെ പറയുന്നത് ഈ കാടിന്റെ ഇടയിലുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു സിറ്റി, എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. പക്ഷെ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇനി വീണ്ടും ഫോറസ്റ്റിലേക്ക് കയറും. 100 ചില്ലറ കിലോമീറ്ററോളം, ഉടുപ്പി വരെ ഏകദേശം ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി കയറാൻ പോകുന്നത് ആകുംബെ ഘാട്ട്. ചായ കുടിക്കാൻ നിർത്തിയിട്ടാ. ചായ നോക്കിയാ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു കടക്ടി ചെയ്യാനാ. അപ്പൊ ചായ ഇവിടെ ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുണ്ട് കേട്ടോ. ടോസ്റ്റ് ഉണ്ട്. എന്ത് അയ്യങ്കാറോ? അല്ല പൊന്നോ, ചൂട് ചൂട്. ഓ ഇത് ചീസ്, പനീർ ചീസ് പഫ്. ഓ കരബൻ. ആ ബ്രെഡ് ടോസ്റ്റ്. പനീർ പഫ് നല്ല ചൂടാ. ഓ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, വെറൈറ്റി അവരുടേതായിട്ടുള്ള. ഇതൊക്കെ നമ്മളെ നാട്ടിലും കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഈ കരബണ്ണൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരബണ്ണ് മസാല, ഇത് ബ്രെഡ് ടോസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ മസാല ഒക്കെ വെച്ചിട്ട് നൈസായിരിക്കും. നമ്മൾ പപ്സ് വാങ്ങി, അതാണെങ്കിൽ അണ്ണാക്കൊക്കെ വെച്ചതുള്ളൂ. പൊള്ളി, വായൊക്കെ പൊള്ളി, ആകെ സീര്. നാഷണൽ ഹൈവേ 169A, അടിപൊളി റോഡ്, കുഴപ്പമില്ല. ആകുംബെ എത്താറായിട്ടോ. നമ്മൾ ആകുംബെ അടുത്തുകൊണ്ടിരിക്കുന്നു. ആകുംബെ ഘാട്ടിൽ കൊള്ളിഭൂതം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ 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 ഉണ്ടോ? ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കന്നഡയിൽ കുറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ആകുംബെ ഘാട്ടിലെ കൊള്ളിഭൂതം എന്ന് പറഞ്ഞിട്ട് നൈറ്റ് ഈ ഒരു കാട്ടിലൂടെയുള്ള 2 വീലർ റൈഡ് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്, ആനിമൽ സൈറ്റിംഗ്, ആ സുമതി വളവ് പോലെ. അപ്പൊ കുറെ ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ആകുംബെ ഘാട്ടിൽ കൊള്ളിഭൂതം ഉണ്ടോ 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 ക്വസ്റ്റ്യന്മാർക്ക്. അപ്പൊ നമുക്ക് ഈ നേരത്ത് കൊള്ളിഭൂതത്തിനെ കാണാനും പറ്റൂല. നമുക്ക് നല്ല കിങ് കോബ്രനെ കാണാൻ പറ്റിയാൽ കാണാം, ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം കിങ് കോബ്ര. വെൽക്കം ടു സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറി. സോമേശ്വര വന്യമൃഗ സങ്കേതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആകുംബെ ഘാട്ട് ഇറങ്ങാൻ പോകുന്നു. ബെൻഡാണ് ഫസ്റ്റ് ബെൻഡാണ്. ചവിട്ടുപടിയൊക്കെ ഉണ്ടോ? അതെന്തെങ്കിലും ഉണ്ടായിരിക്കും. മറ്റേ കഴിഞ്ഞ പ്രാവശ്യം വന്ന
ചാർമാടി ഘാട്ടിനേക്കാളും ഡിഫറെന്റ് ആണ്. ഇത് മറ്റേ ഈ വയനാട് ഘാട്ടൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു താമരശ്ശേരി ചുരം പോലെ. അതേപോലെ ചെറിയ 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 റോഡ്. അടിപൊളി വ്യൂ പോയിന്റ് അവിടെ കഴിഞ്ഞ ടോപ്പ് എന്നുള്ള വ്യൂ ആണ്. വേണ്ട പോവാ, പോണ്ട, നോക്കിട്ട് പോവാം, അത്രേ ഉള്ളൂ. കാണാൻ വന്നെങ്കിൽ കണ്ടിട്ടേ പോകും. എന്താ പറയാ, അങ്ങോട്ട് ഇതാക്കി വെച്ചിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്, സെറ്റാണ്. ഇത് ഏറ്റവും ടോപ്പ് ബെൻഡാണ്. ഏറ്റവും ടോപ്പ് ബെൻഡാ. ഇവിടുന്ന് കാണുന്നത് നമുക്ക് കാണാൻ പറ്റൂല. പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇറങ്ങി പോവല്ലേ. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തന്നെ നൈസായിരിക്കും. അപ്പൊ ഇതുപോലൊരു വ്യൂ പോയിന്റ് കിട്ടിയപ്പോ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. നോക്കിയാ അടിപൊളി വ്യൂ പോയിന്റ്, ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള വ്യൂ ആണ്. അപ്പൊ ഇത് മിസ്സാക്കാതെ പോകാൻ പറ്റില്ല. അല്ല, മിസ്സാക്കാതെ പോകാൻ പറ്റില്ല എന്നല്ല, ഇത് മിസ് ചെയ്യാൻ പറ്റൂല. അങ്ങോട്ട് നോക്കിയാ ആണ് വെസ്റ്റേൺ ഘാട്ടിലെ ആഗുംബ ഹെയർപിൻ ബെൻഡിലെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൗത്ത് ഇന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. എപ്പോഴും മഞ്ഞും മഴയൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാട്, ഒരു ചുരം. എങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് തലയൊക്കെ കറങ്ങും. അപ്പോൾ ചാർമാടി ഇതിലായിട്ടില്ലായിരുന്നോ? ചാർമാടി ഇതിലായിട്ടില്ലായിരുന്നോ? ചാർമാടി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘാട്ട് പറഞ്ഞ ഒന്നാണല്ലോ. ചാർമാടി ആ സൈഡാണ് കേട്ടോ. പക്ഷെ അങ്ങോട്ടൊന്നും കാണാനേ ഇല്ല, മഞ്ഞ് കാരണം. അങ്ങോട്ട് നോക്കിയാ അവിടെയൊക്കെ മലനിരകളുണ്ട്, പക്ഷെ അങ്ങോട്ട് കാണാനില്ല. അപ്പൊ നമുക്ക് പോവല്ലേ? വെസ്റ്റേൺ ഘാട്ടിലുള്ള ഒരു ഘാട്ടാണ് ഏത്? ഈ ചാർമാടി. ഇത് രണ്ടും ചാർമാടി. സിറാടി ഉണ്ട്, ബാംഗ്ലൂർ പോകുന്ന റോഡ് സിറാടി, അതും വെസ്റ്റേൺ തന്നെ. അപ്പൊ നമ്മൾ വരുമ്പോ ചാർമാടി വഴി വന്നിട്ട് തിരിച്ചു പോകുമ്പോ ആഗുംബ ഘാട്ട്. നമ്മൾ ഒരേ റൂട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട്, പക്ഷെ കുറച്ചധികം അല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഇന്നലെ നമ്മൾ ഈ റൂട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബെൻഡ് ഇത് ഒന്നാവും. ഫസ്റ്റ് ബെൻഡ് ആദ്യത്തെ ബെൻഡ്. മഞ്ഞുണ്ട് കേട്ടോ, മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞുണ്ട്. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബെൻഡാണ് കേട്ടോ. ഒന്ന് നോക്കിയാ, ചെറിയ റോഡും നല്ല കുത്തനെയുള്ള ഒരു ബെൻഡും. ഏത്? മെല്ലെ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക്. കാരണം റോഡ് നിങ്ങൾ കണ്ടില്ല, ചെറിയ റോഡാണ്. ആ ബെൻഡിന്റെ അവിടെ എത്തുമ്പോൾ റോഡ് ചെറുതാ. ഒരു ബസ് തിരിച്ച് ഓപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല സീനാണ്. അങ്ങനത്തെ ബെൻഡുകൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല ബെൻഡുകൾ അവിടെ ഉണ്ടാവുന്നു. 14 കിലോമീറ്ററിൽ 14 ബെൻഡാ. അപ്പൊ ഫുള്ള് ബെൻഡുകൾ തന്നെ. ഒന്ന് അങ്ങോട്ട് തിരിയണു, ഒന്ന് ഇങ്ങോട്ട് തിരിയണു. മഞ്ഞുമൂടിയ കാട്, മഞ്ഞുമൂടിയ ആഗുംബ, ഇളം വെയിലടിക്കുന്നു, ആ വെയിലിൽ മിന്നിത്തിളങ്ങുന്നു. കാണുന്ന കാഴ്ച എൻ്റെ മോനെ, ഫുള്ള് ബെൻഡുകളാണ് കേട്ടോ. ഞാൻ ഇവനോട് പറഞ്ഞു 14 കിലോമീറ്ററിൽ 14 ബെൻഡ് വരണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ബെൻഡുകളായിരിക്കുന്നു. ആ ബെൻഡ് നോക്കിയാ ഇച്ചാതി ബെൻഡ് എന്നറിയോ? ചെറിയ റോഡില്ലേ? രാത്രി വരാതിരുന്നത് എന്തോ ആയുസുണ്ട്. എന്ത് രാത്രി വന്നത് കാണാൻ പറ്റായല്ല. ഈ ബെൻഡുകളൊക്കെ രാത്രി സീനാണ്. ഓപ്പോസിറ്റ് വല്ല ലോറിയും കയറി വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തേണ്ടി വരും. നമുക്ക് അറിയില്ലല്ലോ ഈ വഴി ഇങ്ങനെയാണെന്ന്, നമുക്ക് അറിയില്ലല്ലോ. മനസ്സിലായോ? ഫസ്റ്റ് ടൈം എന്താ മറ്റേ ചാറ്റ് GPT എന്താ പറഞ്ഞത്? ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ രാത്രി റെക്കമെൻഡ് ചെയ്യില്ല. അത് ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ രാത്രി പോണ്ടാന്ന്. ചാറ്റ് GPT വേണല്ലോ. പിന്നെ ചാറ്റ് GPTനോട് നമ്മൾ ചോദിച്ചപ്പോ ചാറ്റ് GPT പറഞ്ഞത് ശരിയായില്ലേ? ശരിയായോ അല്ലേ? കാരണം ഇന്നലെ രാത്രി നമ്മൾ വന്നിരുന്നെങ്കിൽ എന്ത് സേഫ്റ്റിയാണ് ഈ ഇങ്ങനെയുള്ള. അല്ല, ചാർമാടി ഘാട്ടിലൂടെ പോകുന്ന പോലെയല്ല. തണുപ്പുണ്ടായിരുന്നു രാത്രി. ഇപ്പൊ തന്നെ നല്ല തണുപ്പുണ്ട്, സാധാരണ തണുപ്പുണ്ട്. തണുപ്പല്ലടാ, തണുപ്പിന്റെ കേസല്ല. അങ്ങോട്ട് നോക്ക്, ബെൻഡ് നോക്ക്.
എന്താ ബെൻഡിന്റെ അവസ്ഥ നോക്ക്. മറ്റേത് സാധാരണ മറ്റേ ചാർമാടി കാട്ടാകുമ്പോൾ അത്യാവശ്യം വീതിയുണ്ട്. ഈ ബെൻഡുകൾ എടുക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് നോക്ക്. ഇതുപോലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? അതേപോലെ സൈഡാക്കേണ്ട അവസ്ഥ. ഇതേപോലെ സൈഡാക്കേണ്ട അവസ്ഥ. ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ല, അവിടെ തിരിച്ചാ. ഇതാണ് അവസ്ഥ. ഞാൻ ഉറപ്പിച്ചൊരു കേസാണ്. 14 കിലോമീറ്ററിൽ ഇവര് ബെൻഡ് എടുക്കുമ്പോ അങ്ങോട്ട് വരൂ. ഉമ്മേ, ഇതാണോ എനിക്ക് രാത്രി വരേണ്ടത്? പൂതി മാറിയിരുന്നു കേട്ടോ എന്റെ മോനെ. അതും ഈ വണ്ടിക്കാണെങ്കിൽ വെള്ള ലൈറ്റ് അല്ലേ, ഫോഗ് ലൈറ്റ്. രാത്രിയൊക്കെ മഞ്ഞും മഴയും ഒക്കെ പാടായിട്ട് കണ്ണു പോലും കാണൂല, വഴി പോലും കാണൂല. ഇങ്ങനത്തെ ബെൻഡ് അടിച്ച് ഓരോരോ അടിക്ക് ഓരോരോ ബെൻഡ്. ഭയങ്കര ഡേഞ്ചർ ബെൻഡ്. ഞാൻ ഇതുവരെ പോയതിൽ വെച്ചിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ, 14 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ റോഡും പടേന്ന് പറഞ്ഞിട്ടാ ബെൻഡുകൾ വരുന്നത്. ഒരു ബെൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റിലീസ് ആവാൻ പോലും സമയമില്ല. അപ്പൊ അടുത്ത ബെൻഡ്. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 100 മീറ്റർ കഴിഞ്ഞ അടുത്ത ബെൻഡ്. അങ്ങനെ അതാണ് അവസ്ഥ. രാത്രി ഒന്നും വരരുത് കേട്ടോ 2 വീലേഴ്സ്. അറിയണ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് മനസ്സിലായി ഇങ്ങനത്തെ റോഡാണെന്ന്. ഇനി രാത്രി ഞങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കെയർ ചെയ്തിട്ട് വരും. പക്ഷെ നമ്മള് ഇന്നലെ വന്ന വരവ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോയിരുന്നു. അടുത്ത ബെൻഡ് മണിപ്പാൽ സിറ്റി. മണിപ്പാൽ മണിപ്പാള. അങ്ങനെ നമ്മള് മംഗലാപുരത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. കാലിയായ പേഴ്സ്, മുഷിഞ്ഞ വസ്ത്രങ്ങള്. പക്ഷെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, ലോട്ട് ഓഫ് മെമ്മറീസ്. ഇനി ജീവിതത്തിലെ തിരക്ക് പിടിച്ച ഇടവേളകളിൽ എന്നും ഓർക്കാനായി ഒരു 1000 ഓർമ്മകളെ പുറകെ പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മംഗലാപുരത്ത് നിന്നും തിരിച്ച് നാട്ടിലേക്ക് യാത്രയാവുകയാണ്. കർണാടകയിൽ 1000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൈഡിൽ. കറക്റ്റ് 1000 കിലോമീറ്റർ. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ ഇവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്ത് എൻ്റെ കൂടെ കുറച്ച് 2-3 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ മോനെ ബഷീറെ സലാം. പോട്ടെ, അടുത്ത യാത്രയിൽ കാണാം. കാണാം. ഓക്കെ, ബൈ.